കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. വാത്സല്യ മക്കളെ, എന്റേതെല്ലാം എൻ്റെ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. എൻ്റെ സാന്നിധ്യത്തിലും പ്രകാശത്തിലും എന്നോടൊപ്പം ഇരുന്ന് എൻ്റെ സ്വർഗീയ സമാധാനവും സാന്ത്വനവുമൊക്കെ അനുഭവിക്കാൻ എൻ്റെ മക്കൾ സമയം കണ്ടെത്തണം. എന്നോടൊത്തുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ആത്മീയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ സമയത്തെയും കാലത്തെയും അതിജീവിക്കുന്നതാണ്. നിന്റെ സമയത്തിൻ്റെ ദശാംശം എനിക്ക് സമർപ്പിക്കുമ്പോൾ നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും. അതിനുവേണ്ടി നീക്കിവെക്കുന്ന സമയം ഒരിക്കലും നിനക്ക് നഷ്ടമാവില്ല. എനിക്കുള്ളതെല്ലാം എൻ്റെ മക്കൾക്കുള്ളതാണ്. അതെല്ലാം അവരുടെ അവകാശമാണ്. എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ വന്ന് രാജ്യം അനുഭവിച്ചുകൊള്ളുവിൻ. ഞാനുമായുള്ള നിന്റെ ആത്മബന്ധം നിന്നിൽ സമൂലമായ പരിവർത്തനങ്ങളുണ്ടാക്കും. മുന്തിരിത്തണ്ടിൽ വസിക്കുന്ന ശാഖ കൂമ്പും നാമ്പും വിടർത്തി വളർന്ന് പുഷ്പിച്ച് ഫലം കായ്ക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ എന്നിൽ വസിക്കുന്ന മക്കൾ അനന്ത സാധ്യതകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. കുഞ്ഞെ, എന്നെ കൂടാതെ നിനക്കൊന്നും കഴിയില്ല. എൻ്റെ ആത്മാവ് നിന്നിൽ പരിവർത്തിക്കുകയും എൻ്റെ വിസ്മയ ശക്തി നിന്നിൽ നിഴലിടുകയും ചെയ്യാൻ മേരി മാതാവിനെ പോലെ നിന്നെ പൂർണ്ണമായി എനിക്ക് സമർപ്പിക്കണം. എൻ്റെ പദ്ധതികൾക്കും സമയത്തിനുമായി ക്ഷമയോടെ കാത്തിരിക്കണം. ഈ കാത്തിരിപ്പ് ഒരിക്കലും നഷ്ടമാവില്ല കേട്ടോ. വിശ്വാസപ്പടകിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ജീവിത തിരമാലകളെ മുറിച്ച് മുന്നോട്ട് പോകുന്നത് കണ്ട് എൻ്റെ മക്കൾ ആസ്വദിക്കണം. ജീവിതത്തിൻ്റെ നിയന്ത്രണം മക്കൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സഹന വഴിയിലൂടെയൊക്കെ ഞാൻ നിങ്ങളെ നടത്തിയേക്കാം. അപ്പോൾ മക്കൾ അസ്വസ്ഥരാകരുത്. അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ഉദ്ദേശമുണ്ട്. ഞാൻ ദുരിത ചുഴിയിൽപ്പെട്ടുപോയി, ദൈവം എന്നെ ഉപേക്ഷിച്ചു, ഇനി ഇതിൽ നിന്നും രക്ഷപ്പെടില്ല എന്നൊന്നും ഒരിക്കലും പറയരുത്. ദുരന്ത വഴികളിലൂടെയുള്ള യാത്രയിലാണ് സഹനശക്തിയും പ്രത്യാശയും വിശ്വാസ സ്ഥിരതയുമൊക്കെ എൻ്റെ മക്കൾ നേടുന്നത്. അതുകൊണ്ട് കംഫർട്ട് സോണിലെ അലസ ജീവിതത്തിനിടയ്ക്ക് ഞാൻ പലപ്പോഴും എൻ്റെ മക്കളുടെ അടിസ്ഥാനം ഇളക്കും. പ്രത്യാശയുടെ ചിറക് വിരിച്ച് പറക്കാൻ പഠിക്കുന്നതിനു വേണ്ടി ഉയരങ്ങളിൽ വച്ച് ഞാൻ നിന്നെ കൈവിടും. എത്ര ഭയപ്പെടുത്തുന്ന അനുഭവമായിരിക്കും നിനക്ക്. അപ്പോഴും താഴെ എൻ്റെ ശാശ്വത ഭുജങ്ങളുണ്ടാകും, താങ്ങും കരങ്ങളുണ്ടാകും. ഭയപ്പെടേണ്ട. ഓരോ ദിവസവും നീ ഒരിക്കലും നടന്നിട്ടില്ലാത്ത
പുതിയ ജീവിത പാതയിലൂടെ ഞാൻ നിന്നെ നടത്തുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ ആശ്രയബോധത്തോടെ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചോളണം. നിന്റെ വഴികൾ ഘട്ടം ഘട്ടമായി ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. നാളുകളിലെ വഴികൾ നാളെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതെന്തായിരിക്കുമെന്നോർത്ത് ഇന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല കുഞ്ഞെ. വഴിയും സത്യവുമായ ഞാൻ കൂടെയുള്ളപ്പോൾ എന്തിനാണ് കുഞ്ഞെ നീ ഭാരപ്പെടുന്നത്? കഷ്ടതകളുടെയും മരണനിഴലിൻ്റെയും താഴ്വരയൊക്കെ കടന്ന് നിനക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യ കൂടാരം വരെ നമ്മളൊരുമിച്ചുള്ള സൗഹൃദയാത്ര തുടരും. ജീവിതത്തിൻ്റെ നാൽക്കവലകളിലെത്തുമ്പോൾ നിന്റെ മുമ്പിൽ പല വഴികൾ കണ്ടേക്കാം. പല ആകർഷണങ്ങൾ നിന്നെ വശീകരിച്ചേക്കാം. അപ്പോഴൊക്കെ എൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം. കൈവിട്ടാൽ ലോകത്തിൻ്റെ തിരക്കിൽ നീ ഒറ്റപ്പെട്ടു പോകും. നമ്മൾ രണ്ട് വഴിക്കായി പോകും. കരുത്തുള്ള കരങ്ങളിൽ മുറുകെ പിടിച്ചോളണം, മറക്കരുത്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. 73-ാം സങ്കീർത്തനം. ഞാൻ നിരന്തരം ദൈവമേ അങ്ങയോട് കൂടെയാണ്. അവിടുന്ന് എൻ്റെ വലതു കൈയിൽ പിടിച്ചിരിക്കുന്നു. ഉപദേശം തന്ന് അവിടുന്ന് എന്നെ നയിക്കുന്നു. പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഇന്നേ ദിവസം അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. ശുഭാശംസകളോടെ എ.പി. ജോർജ്.